ഞാൻ എന്നെ വിളിച്ചു, ഞാൻ ചെന്നു, അവിടെ ചെന്ന് 35 ദിവസം ഞാൻ തികച്ചു. ഞാൻ ഇറങ്ങി വന്നെങ്കിൽ അതുപോലെ ഞാൻ ദുബായിലും അല്ലെങ്കിൽ ബഹ്റൈനിലും ഒക്കെ ഇനോഗ്രേഷൻ ചെയ്തെങ്കിൽ ഞാൻ ഫയർ തന്നെയാണ്. രേണു സുധി ഫയർ തന്നെയാണ്. അത് ആൾക്കാരൊക്കെ പറയണ്ടേ ആദ്യം ഫയറാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ആൾക്കാർ പറയട്ടെ, എനിക്കൊന്നുമില്ല. ആൾക്കാർ എന്തൊക്കെ എന്നെ പറ്റി പറയുന്നു, എന്നെപ്പറ്റി എന്തൊക്കെ പറയുന്നു, ഇല്ലാവചനവും ഉള്ളതും എല്ലാം പറയുന്നില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ഇങ്ങനെ തന്നെ പോവാണ്. അല്ല, ഈ ചേച്ചി ഇപ്പം ലക്ഷ്മി നക്ഷത്രം പറയണ്ടേ ചേച്ചിനെ വിളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, ഡേറ്റ് ക്ലാഷാന്നൊക്കെ പറയണ്ടേ. അപ്പോൾ അതെ, ലക്ഷ്മിയെ വിളിക്കാൻ എനിക്ക് സമയം കിട്ടുന്നത്. അവർക്കും എന്നെക്കാളും തിരക്കുള്ള, ചിന്നുവും എന്നെക്കാളും തിരക്കുള്ള ആളാണ്. അത്രയും തിരക്കില്ല എനിക്ക്. അല്ല, ചിന്നുനെക്കാട്ടി തിരക്കാണ്. ആ പറഞ്ഞു, രേണുസുധിക്ക് തിരക്കാണ്, വിളിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയണ്ടേ. അത് സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും. എന്തായാലും സന്തോഷം അങ്ങനെ പറഞ്ഞു. സിനിമയിലൊക്കെ ഒരു അവസരം വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. സിനിമ 3 ചെയ്തായിരുന്നു, ഇറങ്ങാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ സിനിമയല്ല മെയിനായിട്ട്, ഇപ്പൊ പ്രമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. എക്സൈറ്റഡ് എനിക്ക് ശാരികനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉന്നീല്, ആര്യൻ, ബിശ്രീ, അവരെയൊക്കെ. ആര് കപ്പടിക്കും ചേച്ചി? അനു, അനീഷോ, അക്ബർ, ആര് വേണമെങ്കിലും കപ്പടിക്കട്ടെ. സന്തോഷം, നല്ലൊരു ഗെയിമറിനെ കിട്ടട്ടെ. അല്ല, ചേച്ചിക്ക് ഒരു ഫേവറേറ്റ് ഉണ്ടോ? അങ്ങനെ അനീഷിനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ, അവനാണ് ഫേവറേറ്റ്. പിന്നെ ആർക്ക് കപ്പടിച്ചാലും നമുക്ക് കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. നമ്മള് ഞാനിവിടെ അനു അനീഷ ആയിരിക്കുമല്ലോ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ പുറത്തുനിന്ന് കേൾക്കുന്ന ആളാണ്. അപ്പം എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. എങ്കിൽ പോലും നിങ്ങൾ പ്രേക്ഷകർ പറയുന്ന പോലെ ഒന്നെങ്കിൽ അനു അല്ലെ അനീഷ്. അത് എനിക്കറിയില്ല. കാരണം ഞാനാണ് ആരുടെ അടുത്തേലും പ്രേമോ അല്ലെങ്കിൽ എനിക്കാണ് ഒരു ക്രഷ് തോന്നിയെങ്കിൽ അതെനിക്കറിയാം. ഇപ്പം അനുവിനും അനീഷിൻ്റെ കാര്യം ഞാൻ എങ്ങനെ അറിയില്ല. പ്രത്യേകിച്ച് ഞാൻ അതിനകത്തില്ലായിരുന്നതാണ്. കാഴ്ചക്കാരിൽ നിന്ന് ഞാൻ പറയാൻ യോഗ്യതയില്ല. കാരണം ഞാനല്ല അത് ചെയ്യണത്. ഇപ്പം ഞാൻ ഒരാളെ, ഇപ്പം എനിക്കാണ് ഒരാളുടെ അടുത്ത് പ്രേമം തോന്നി എനിക്കറിയാം. ചുമ്മാതാണോ ടൈം പാസിനാണെന്ന് എനിക്കറിയാം. അത് അനുവിൻ്റെ അനീഷിൻ്റെ മനസ്സിലുള്ളത് നമുക്കറിയില്ല. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല, കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സമയമില്ലാത്തതുകൊണ്ടാണ് കാണാതെ. ഇപ്പം കാണുന്നുണ്ട്, കാണണം, ഫുള്ള് കാണണം. അത് പറയാൻ പറ്റത്തില്ലല്ലോ. ലവ് ട്രാക്ക് ഒക്കെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ. എനിക്കൊന്നും ആരെയും ഇങ്ങനെ ടൈം പാസിനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നത്തില്ലെന്ന് തോന്നുന്നു എൻ്റെ മനസ്സിൽ. ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പം അങ്ങനെ വന്നാൽ തന്നെ അത് ഉള്ളിൽ നിന്ന് വരുന്ന സാധനമല്ലേ. ഇത് ഇതുവരെയായിട്ടും വന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ശാരിക ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഹോട്ട് സീറ്റ് കളിച്ച് വന്നിട്ട് ഞങ്ങൾ ലവ് സീറ്റ് ആക്കി മാറ്റിയതാണ് ഞാൻ ശാരിക. ഉടനെ ഇല്ല, കാരണം കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്, പെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോൾ പോയി ബഹ്റൈനിൽ തന്നെ പോയി. ഇത് മാത്രം കാണിച്ചാൽ പോരാ, അതാണ് മാത്രം. ഒരുപാട് ഫോട്ടോ കിട്ടി. ഇതിങ്ങനെ വരും, അതൊക്കെ വരൂ. ശരി, എനിക്കറിയത്തില്ല. അവിടെയാണ് പോകേണ്ടത്. ലിപ്സ്റ്റിക് അല്ലേ, എപ്പോഴും വല്ലേ പറ്റും. എങ്ങനെയാണോ എൻ്റെ ഒരു വാക്കാണ്. സോറി, ഏത് വഴിയാ? ഏതല്ലേ? ഈ വഴി നടക്കുന്നത്. ഇല്ല, PR ഉണ്ടെങ്കിൽ ഞാനല്ലേ നിൽക്കേണ്ടത്. PR അല്ല അവിടെ നിൽക്കേണ്ടത്. സപ്പോർട്ട് ചെയ്താലേ ഇല്ലല്ലോ എൻ്റെ മാനസിക നിലയല്ലേ അവിടെ നിർത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ PR-നകത്ത് ഞാനിപ്പോൾ പൈസ മുടക്കി ഇപ്പോൾ കടം മേടിച്ച് PR കൊടുത്തിട്ട് എന്തോ കാര്യം. ലാലേട്ടൻ തന്നെ കൈപിടിച്ച് കയറ്റി ലാലേട്ടൻ തിരിച്ചിറക്കാൻ നേരത്തെ എന്നോട് ഒരു ചോദ്യം ശരിയാണു, വരുമല്ലേ? ഞാൻ വരുവാന്നല്ല, സന്തോഷത്തോടല്ലേ ഇറങ്ങി വന്നല്ലേ. ലാലേട്ടൻ ഞാനിവിടെ നിൽക്കുവാന്നല്ല, എന്നെ ഇവിടെ നിർത്തും. വെളിയിലെത്തിയപ്പോൾ ഇത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നു കരുതിയോ? സപ്പോർട്ട്, എന്നെ സ്നേഹിക്കുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നെ നെഗറ്റീവ് പറയുന്നവരും എന്നെ പൂജിക്കുന്നവരും എപ്പോഴും ഉണ്ടാവും. അതൊന്നും എന്നെ ബാധിക്കുന്ന കേസില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവർ എനിക്ക് ഭയങ്കര സന്തോഷം.
പക്ഷേ രേണുസുതി ഇപ്പോൾ പുറത്തായിരുന്നായിരുന്നു വെളിയിൽ. രേണുസി ഇറങ്ങിയ സമയത്ത് അഭിപ്രായം എല്ലാവരുടെയും ഇപ്പോൾ ഔട്ടാവില്ല എന്നായിരുന്നു. അതൊരു നല്ലൊരു എല്ലാവരും പറഞ്ഞു രേണു ഉണ്ടായിരുന്നെങ്കിൽ 5 വന്നേനെ രേണു അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. അതൊക്കെ അവരുടെ മനസ്സിലെ സന്തോഷം. എനിക്കത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. അത് കേട്ടപ്പോൾ തോന്നി കുറച്ച് അവിടെ ഇല്ല, എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം ഞാൻ നിൽക്കത്തില്ലല്ലോ പറയണ. എനിക്ക് പറ്റൂല. എനിക്ക് ഋതപ്പനെ കാണണം. ആൻ്റപ്പ ഋതപ്പ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കേട്ടില്ലേ, ഋതപ്പനെ കാണണം. അപ്പോൾ ആ ഒരു മൂടായതുകൊണ്ട് ഞാൻ നിൽക്കൂല അത്രയും ദിവസം. നിങ്ങളുടെ ഒരു വീഡിയോ മറ്റേ അനീഷുമായിട്ടുള്ള വീഡിയോ ഭയങ്കര വൈറലായല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയുക? കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. അതല്ലേ അടിപൊളി. ഓർത്തില്ല ഇത്ര വൈറലാവുന്നു. ഈ സീസണിൽ വൈറലായ ഡയലോഗേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആണാ? പിന്നെ ഒരു തത്തമ്മയുടെയും കാര്യമുണ്ടല്ലേ, കണ്ടന്റുകൾ തത്തമ്മയെ കാണണം. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഈ സീസണിൽ കണ്ടന്റ് കുറവാണെന്ന് തോന്നുന്നുണ്ടോ? കണ്ടന്റുകൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ കണ്ടുവരുന്നതല്ലേ ഉള്ളൂ. എൻ്റെ എപ്പിസോഡ് പോലും തീർത്തിട്ടില്ല. ഞാൻ കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ ഭയങ്കര സന്തോഷം. ബിഗ് ബോസ് ആണ് എന്നെ ഇത്ര എത്തിച്ചത്. ഹൗസിൽ അധികം കാണാത്ത ഒരാളാണ്, പക്ഷെ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സ്മൂത്ത് ആയിട്ട്. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുകൊണ്ടായിരിക്കും എന്നെ കാണാത്തത്. എന്നിട്ടും താങ്കളെ വിധവാക്കാട് ഇറക്കി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ആരോപണമൊക്കെ ഉന്നയിച്ചു, അവരോട് എന്താ പറയാ? അതിന് മറുപടി ഞാൻ കൊടുത്തായിരുന്നല്ലോ അവർക്ക്. ഇപ്പം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഗെയിം കഴിഞ്ഞില്ലേ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ തിരിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു, അത് അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ട് കയറി ഒന്നിനും ഞാൻ പോകില്ല. അങ്ങനത്തെ ഒരാളല്ല, ടൈപ്പല്ല. ഇന്നലെ എല്ലാവരും രേണുസുതി എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നലെയോ? അതിനകത്തോ? ഓ ഞാൻ കണ്ടു. ഫയറല്ല ഫ്ലവറാന്നൊക്കെ അനുമോള് പറഞ്ഞല്ലേ. ഞാൻ പറയട്ടെ, അതൊക്കെ അവരെന്നെ കളിയാക്കുന്നൊന്നും അല്ലായിരിക്കും. അവർ തമാശ, എന്നെ ഒരു തമാശ രീതിയിൽ പറയുന്നതായിരിക്കും, അല്ലാതെ കളിയാക്കുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിഗ് ബോസിന് ശേഷം അവസരങ്ങൾ കൂടിയോ? അതിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന് ശേഷമാണ്. ബിഗ് ബോസിന് ശേഷമാണ്. ബിഗ് ബോസ് ആണ് എന്നെ ഒന്നുകൂടി ഒരു ചൂടുറപ്പിച്ചത്. രേണുസുതി ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത് ആ ഒരു ബിഗ് ബോസ് കാരണമാണല്ലോ അങ്ങനെ വരുന്നത്. ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് ഇനിയിപ്പോൾ ഈ ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞ് ഇതങ്ങ് തീരും. അടുത്ത കണ്ടസ്റ്റൻസ് വരും ബിഗ് ബോസ് സീസൺ 8 അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ അതിൻ്റെ ഇത്. പക്ഷേ എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇതിന് മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്തവർ തന്നെയാണ് അല്ലേ? ബിഗ് ബോസിന് മുന്നേ എന്നെ അറിയാവുന്നവരാണ് സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പം എപ്പോഴും എല്ലാവരുടെ താങ്ക്സ്. ഈ ബിഗ് ബോസിൽ പോയതിന് സിനിമ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. 2 സിനിമ നഷ്ടപ്പെട്ടു. അത് ഏതൊക്കെയാ സിനിമ? അത് ഒരെണ്ണം ഫാമിലി സർക്കസ്, ഒരെണ്ണം പ്ലാൻ. 2 സിനിമ. അതിൽ നല്ല വേഷമായിരുന്നു പറഞ്ഞിരുന്നു. നല്ല വേഷമായിരുന്നു. പൂജയ്ക്കും ഉണ്ടായിരുന്നു ഞാൻ. പക്ഷെ 2 സിനിമയും അത് സമയം അവർക്ക് പെട്ടെന്ന് ചെയ്യണമായിരുന്നു. ഈ സ്റ്റാർഡത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ ബിഗ് ബോസിന് ശേഷം? എന്തിനാ സ്റ്റാർഡം? സ്റ്റാർഡം നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് അറിഞ്ഞ് കൂടുതൽ സൂപ്പർ സ്റ്റാർ ആവുന്ന രീതിയിൽ കൂടുതൽ വൈറലായെന്ന് തോന്നുന്നുണ്ട്. നേരത്തെ എല്ലാവർക്കും എന്നെ അറിയാലോ. ബിഗ് ബോസ് ഇപ്പം ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നേ പറയുന്നത്, അല്ലാതെ അതിന് മുന്നേ രേണുസുതിച്ചേണ്ട വൈഫ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം. പൊക്കോട്ടെ. ഈ മേക്ക് ഓവറിന്റെ രഹസ്യം എന്താണ്? ഹെയർ കളർ ചെയ്തല്ലോ, അത്രേ ഉള്ളൂ. വേറെ മേക്ക് ഓവർ. ഈ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? ഇല്ല, മുടിക്ക് അതിന് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത് റീസർവീസ് ചെയ്തായിരുന്നു. റൂമിൽ പോയി ഒന്നും കൂടെ റീസർവീസ് ചെയ്തു ഹെയർ. പിന്നെ ഒന്ന് ബെഹറിൽ പോയിട്ട്, ഞാൻ എയർപോർട്ടിലാണ് റൂമിൽ പോയിട്ട് ഞാനൊന്ന് റീസർവീസ് ചെയ്തു. പിന്നെ ബെഹറിൽ വെച്ചിട്ട് ഒന്ന് മിറായ എന്ന് പറഞ്ഞ ബ്യൂട്ടി സലൂണിൽ കളറൊന്ന് ചെയ്യും. പോയിക്കോട്ടെ. ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. എല്ലാം കൊളാബ്. പിന്നെ ബെഹറിൽ ഇങ്ങോട്ട് കൊളാബ് വിത്ത് എല്ലാം ഉണ്ട്. അടുത്ത രാജ്യം അറിയില്ല. വോട്ടേടാ വോട്ടെ. എന്നെ അങ്ങോട്ടൊന്ന് വിടോ? എങ്ങോട്ടെങ്കിലും പോവാ. നോക്കട്ടെ ആരാന്നാ നോക്കുന്നത്. ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാർക്കാവും. ചേച്ചി അവിടെ കത്തിക്കണോട്ടോ നമുക്ക്. ചേച്ചി അവിടെ പോയി കത്തിക്കാനൊന്നും ഇല്ലടാ, ഞാൻ പാവല്ല. ഞാൻ എന്ത് കത്തി പോവാ. ചേച്ചിന് എൻട്രി എല്ലാരും വെയിറ്റ് ചെയ്യണം. അതിന് ആധാർ കാർഡ് പോരെ, പാസ്പോർട്ട് വേണ്ടല്ലോ. ചേച്ചി ശ്രദ്ധിക്കണേ, ഫ്ലൈറ്റ് ആണ്. എത്രാമത്തെ ഫ്ലൈറ്റ് യാത്ര? ചേച്ചിക്ക് ലൈനൊക്കെ നിൽക്കണോ? അല്ല വരിയൊക്കെ നിൽക്കണോ ചോദിച്ചോ? പോകണം, ഫ്ലൈറ്റ് ആണ്. ചേച്ചി ഇത് എയറാണോ? എയർ ഇന്ത്യയാണോ? ഇന്ത്യക്കോ? ചേച്ചി സൈഡ് സീറ്റ് കിട്ടോ?
ജോസിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അല്ല അങ്ങോട്ട് പോകാൻ വേണ്ടി ബാക്കല്ല എന്താ അങ്ങോട്ട് വിളിച്ച് Thank you.